എനിക്കെതിരെ 5 ലക്ഷം രൂപ പിഴ കിട്ടുമെന്നും ആ പിഴ ഞാൻ ADGP ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനെതിരെ അപകീർത്തികരമായ വാർത്ത ചെയ്തതിന് ആണ് എനിക്ക് പിഴയിട്ടത് എന്നുമുള്ള തീർത്തും തെറ്റായിട്ടുള്ളതും നട്ടാൽ കുറുക്കാത്തതുമായിട്ടുള്ളൊരു പച്ച നുണ ഈ ADGP ശ്രീജിത്ത് എന്ന് പറഞ്ഞ അയാൾ പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് നിയമത്തിൻ്റെ ബാലപാഠങ്ങളെങ്കിലും അയാൾക്കറിയാം എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ആ വിധി 2025 ജനുവരിയിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോടതിയിൽ നിന്ന് വന്നൊരു വിധിയാണ്. ആ വിധി യഥാർത്ഥത്തിൽ ഒരു എക്സ് പാർട്ടി വിധിയാണ്. ആ എക്സ് പാർട്ടി വിധി എന്ന് പറഞ്ഞാൽ അതിൽ പ്രതിയായിട്ടുള്ള ഞാൻ ഹാജരാവാതെ വന്ന ഒരു വിധിയാണ് എക്സ് പാർട്ടി എന്ന് പറയുന്ന വിധി. സ്വാഭാവികമായി ഏത് എക്സ് പാർട്ടി വിധി വന്നു കഴിഞ്ഞാലും ആ എക്സ് പാർട്ടി വിധി അസ്ഥിരപ്പെടുത്താനായിട്ട് നമ്മളൊരു അപേക്ഷ കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ വിധി അപ്പം തന്നെ അസ്ഥിരപ്പെടുത്തുകയും ആ കേസിൽ ലൈവ് ആവുകയും ചെയ്യും. അത് എക്സ് പാർട്ടി വിധിയിലുള്ള ഒരു പ്രത്യേകതയാണത്. മനസ്സിലായില്ലേ? അത് ഇയാൾക്ക് അറിയാൻ പാടില്ലെന്നിട്ടല്ല. ഈ വിധി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2022 മാർച്ച് 30 ഇതിൻ്റെ സമൻസ് എൻ്റെ വീട്ടിൽ വന്നു. സമൻസ് CRPCയിലെ സെക്ഷൻ 15 പ്രകാരം സമൻസ് ഒന്നുകിൽ പ്രതിക്കോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾക്കെങ്കിലുമാണ് കൊടുക്കേണ്ടത്. എന്നാൽ ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഇത് ഒപ്പിട്ട് മേടിച്ചത് എൻ്റെ രണ്ടാമത്തെ മകനാണ്. ആ രണ്ടാമത്തെ മകൻ പ്രായപൂർത്തിയായിട്ടില്ലായിരുന്നു. അപ്പോൾ സമൻസ് സെർവ് ചെയ്ത് തന്നെ തെറ്റ്. സംഭവിച്ചതെന്താണ്? മകൻ എൻ്റെ അടുത്ത് അത് പറഞ്ഞില്ല. അവനെന്തോ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമായിരുന്നു, ഞാനത് അറിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായും എക്സ് പാർട്ടി ആയിട്ട് മുനിസിപ്പൽ കോടതിയിൽ നിന്ന് വന്ന ഒരു വിധിയാണിത്. ആ വിധി അസ്ഥിരപ്പെടുത്താൻ ഒരു അപേക്ഷ കൊടുത്താൽ അപ്പോൾ തന്നെ അസ്ഥിരപ്പെട്ടു പോകുന്ന ഒരു വിധിയാണ്. ഞാനെന്തോ 5 ലക്ഷം രൂപ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴാണ് ഞാനിത് അറിയുന്നത്. മനസ്സിലായോ? അറിഞ്ഞ പാടെ തന്നെ തിരുവനന്തപുരത്തെ മഞ്ചൂർ കോടതിയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു സിവിൽ അഭിഭാഷകനെ ഞാനിത് ഏൽപ്പിക്കുകയും കോടതിയിൽ ഞാനത് ഫയൽ ചെയ്യുകയും അത് നാളെയോ നാളെ കഴിഞ്ഞോ കോടതിയിൽ വരികയും നോട്ടീസ് അയക്കുകയും ചെയ്യുന്നതോടുകൂടി ഈ വിധി അങ്ങ് ഇല്ലാതായി പോവാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഒരു വിധി ഇയാൾക്ക് എക്സ് പാർട്ടി ആയിട്ടാണ് ഈ വിധി പ്രഖ്യാപിച്ചത് എന്നറിയാമായിരുന്നിട്ടും ഞാൻ ഇയാൾക്കെതിരെ എന്തോ അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് സംബന്ധിച്ച് കോടതി അന്തിമ വിധി പ്രഖ്യാപിച്ചു, എനിക്ക് 5 ലക്ഷം രൂപ ഫൈൻ അടിച്ചു എന്ന് പറയുന്ന വൃത്തികേടാണ് ഇയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.